വേലിയേറ്റത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയതിനാൽ കൊച്ചി താന്തോണി തുരുത്തുകാർ ദുരിതത്തിലാണ്. ഔട്ടർ ബണ്ട് നിർമ്മിക്കാത്തതിനെതിരെ ദ്വീപ് നിവാസികൾ ഗോശ്രീ ഐലൻഡ് വികസന അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ജില്ലാ ഭരണകൂടം വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. റിപ്പോർട്ടുകൾ. കനത്ത വെയിലാണ്, അന്തരീക്ഷം ചുട്ടുപൊള്ളുകയാണ്. ഇപ്പോഴും താന്തോണി തുരുത്തുകളിലെ വീടുകൾ വെള്ളത്തിലാണ്. ഞങ്ങള് പാസ്സായി കിടക്കുന്ന ഫണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്കല്ലാതെ പാസ്സാക്കി പണിത് തരാനല്ല ഞങ്ങൾ പറയുന്നത്. പാസ്സായി കിടക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു തരുന്നില്ല? 12 വർഷമായിട്ട് ഞങ്ങൾ കയറി ഇറങ്ങണതാണ്. ഇനി ഞങ്ങൾ നേടിയിട്ട് ഇവിടുന്ന് പോവുള്ളൂ. കുട്ടികൾക്കൊന്നും പഠിക്കാൻ പോകാത്ത അവസ്ഥയാണ്. നാളെ ഇപ്പോൾ അവർക്ക് പരീക്ഷയാണ്. ഇപ്പം ഈ അവസ്ഥയിൽ അവർ ഇവിടെ ഇരുന്ന് പഠിക്കാനാണ്. എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് ഞങ്ങൾക്കത് പണിത് തന്നെ എന്നാണ് ഞങ്ങൾ പറയണത്. ഔട്ടർ ബണ്ട് നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് 12 വർഷത്തെ പഴക്കമുണ്ട്. കളക്ടറും ജിഡയും പലതവണ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും നടന്നില്ല. വേലിയേറ്റത്തിൽ ഇന്നലെയും താന്തോണിത്തുരുത്തിലെ വീടുകളിലേക്ക് വെള്ളം ഇരിച്ചെത്തി. നനഞ്ഞു, അലമാരിയുടെ ഉള്ളിലൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. ഉടുപ്പെല്ലാം നനഞ്ഞു പോയി. ഞങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. സർക്കാർ CRZ അനുമതി നൽകുന്നില്ലെന്ന് TJ വിനോദ് MLA ആരോപിച്ചു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് 5 മീറ്റർ വീതിയിൽ ഒരു ഔട്ടർ ബണ്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ടെൻഡർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് CRZന്റെ NOC വേണമെന്നുള്ള നിർദ്ദേശം വന്നത്. കഴിഞ്ഞ 8 മാസമായി CRZന്റെ NOCക്ക് വേണ്ടി പല റിപ്പോർട്ടുകൾ കൊടുത്തുവെങ്കിലും ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് എൻവയറമെന്റൽ എഞ്ചിനീയർമാർ ഇത് മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പാവപ്പെട്ട ജനങ്ങളുടെ വീടുകളിൽ അർദ്ധരാത്രി വെള്ളം കയറുമ്പോൾ ഉണ്ടാകുന്ന ദുരിതപൂർണമായ സാഹചര്യമാണ് ഉള്ളത്. പ്രതിഷേധക്കാരോട് സംസാരിക്കാൻ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയില്ല. ഔട്ടർ ബണ്ട് നിർമ്മാണത്തിൽ തീരുമാനമാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ദ്വീപ് നിവാസികൾ വ്യക്തമാക്കി. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനമാണ്. വീടിനുള്ളിൽ മനസമാധാനമായി ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയാണ് ഈ കൂട്ടർ ഇവിടെ പോരാട്ടം നടത്തുന്നത്. ഇവരെ കണ്ടില്ലെന്നടിക്കുന്ന അധികാരികളോട് പറയാനുള്ളത് ഒന്നു മാത്രമാണ്: നിങ്ങൾ ചെയ്യുന്നത് കൊടിയ മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തിയാണ്. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറൊപ്പം വിഷ്ണു സുരേഷ്. പൊതുജനം കഴുതയല്ല സാർ. വേലിയേറ്റം തടയാൻ ഔട്ടർ ബണ്ട് നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രതിഷേധം കനത്തിട്ടും ജില്ലാ ഭരണകൂടം തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ചില പ്രതികരണങ്ങൾ കാണാം. 12 വർഷമായി ഔട്ടർ ബണ്ട് തന്നെ പാസ്സായിട്ട് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞ ഒരു വർഷമായിട്ട് ആ ഒരു മുടക്കമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാത്രി ഇങ്ങനെ ഒരു 1 മണി 1:30 ആകുമ്പോൾ വെള്ളം കയറാൻ തുടങ്ങും. പിന്നെ 2 മണി 3 മണി വരെ ഇന്നും തേകലാണ്. തേകി ഞങ്ങൾക്ക് മന്തിയായി. ഈ 5 മീറ്റർ വീതിക്ക് ഈ ഔട്ടർ ബണ്ട് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ വെള്ളം കയറ്റം ഇല്ലാതിരിക്കുള്ളൂ. വെള്ളം കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഫലം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഞങ്ങൾ പറഞ്ഞു മടുത്ത്. വെള്ളം കയറി എന്നും ഇത് തന്നെ തൊഴിലാണ്. എന്ത് ചെയ്യാനാണ്? വർഷങ്ങൾ 12 തുടങ്ങിയതാണ് വെള്ളപ്പൊക്കം. മഴ പെയ്താലും ഇല്ലെങ്കിലും എപ്പോഴും കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ്. ഭക്ഷണം വെച്ച് കഴിക്കണം, പാത്രങ്ങൾ വരെയും ഇതായി പോണേ. ഞങ്ങൾക്ക് ഈ ഔട്ടർ ബണ്ട് പണിയാനായിട്ട് ഇപ്പം നാളെ പണിയും എന്നുള്ളൊരു എഗ്രിമെന്റ് കിട്ടിയാൽ മാത്രമേ ഈ പരിപാടി നിന്ന് പിൻവാങ്ങുകയുള്ളൂ. കാലങ്ങളായി അവർ ഉയർത്തുന്ന ആവശ്യമാണ്, അവർ ഉയർത്തുന്ന പരാതിയാണ്. അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു അധികൃതർ. ഒരിക്കൽ കൂടി അധികൃതർക്ക് മുമ്പിലേക്ക് ആ റിപ്പോർട്ട്, അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ വെക്കുകയാണ്. നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ.